ഭൂമിയിലെ കൊതുകുകളില്ലാത്ത ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നായി അറിയപ്പെട്ടിരുന്ന ഐസ്ലൻഡിലും കൊതുകുകളെത്തി. ദ്വീപ് രാഷ്ട്രമായ ഐസ്ലൻഡിൽ ആദ്യമായാണ് കൊതുകുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. താപനില വർദ്ധിക്കുന്നതിലാണ് ദ്വീപ് രാജ്യത്തിൽ കൊതുകുകളെത്തിയത്. ഈ മാസം ആദ്യം പ്രാണികളെ കുറിച്ച് പഠിക്കുന്ന ബിർൻ ഹാൽറ്റാസൺ ആണ് കൊതുകുകളെ കണ്ടെത്തിയത്. റെയ്വ്ജാവിക്കിന്റെ വടക്കു പടിഞ്ഞാറുള്ള ജോസിന്റെ ഹിമപാത താഴ്വരയിൽ നിശാശലഭങ്ങളെ നിരീക്ഷിക്കുന്നതിനിടെയാണ് അദ്ദേഹം കൊതുകുകളെ കണ്ടത്. റെഡ് വൈൻ റിബണിൽ ഒരു വിചിത്രമായ ഈച്ച എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇത് ഞാൻ മുൻപ് കണ്ടിട്ടില്ലാത്ത ഒന്നാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലായെന്ന് ഐസ്ലൻഡിക് ദിനപത്രമായ മോർഗൻ ബ്ലാഡിനോട് ഹാൽറ്റാസൺ പറഞ്ഞു. കൊതുകുകൾ പ്രവേശിക്കാത്ത അവസാന കോട്ടയം വീണതായി തോന്നുന്നുവെന്നും അദ്ദേഹം തമാശയോടെ പറഞ്ഞു. ഇദ്ദേഹം 3 മാതൃകകൾ ശേഖരിക്കുകയും 2 പെൺകൊതുകുകളും ഒരു ആൺകൊതുകിന്റെയും പരിശോധനയ്ക്കായി ഐസ്ലാൻഡിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലേക്ക് അയച്ചു. യൂറോപ്പിലെയും വടക്കേ ആഫ്രിക്കയിലെയും ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന തണുപ്പിനെ പ്രതിരോധിക്കുന്ന കൊതുകിനമായ കുലിസെറ്റ അനുലാറ്റയാണ് ഇവയെന്ന് കീടശാസ്ത്രജ്ഞൻ മത്തിയാസ് ആൽഫ്രെഡ്സൺ സ്ഥിരീകരിച്ചു. നിശാശലഭങ്ങളെ ആകർഷിക്കാൻ വേണ്ടി നിർമ്മിച്ച വൈൻ കയറുകളിൽ നിന്നാണ് ഇവയെ കിട്ടിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശീതകാല വീടിനുള്ളിൽ കളപ്പുരകളിലോ അല്ലെങ്കിൽ മറ്റു ചൂടുള്ള ഇടങ്ങളിലോ അഭയം തേടി കുലിസെറ്റ അനുലാറ്റയ്ക്ക് ഐസ്ലൻഡിക് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്നും വിദഗ്ധർ പറയുന്നു. ഈ മാസം വരെ ഭൂമിയിൽ കൊതുകുകളില്ലാത്ത 2 സ്ഥലങ്ങൾ മാത്രമായിരുന്നു ഐസ്ലൻഡും അന്റാർട്ടിക്കയും. ഗ്രഹത്തിലെ ഏറ്റവും തണുപ്പുള്ള ചില പ്രദേശങ്ങളിൽ പോലും വളരുന്ന പ്രാണികൾക്ക് അവിടെ സ്ഥിരതാമസമാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രജ്ഞർ വളരെ കാലമായി ചിന്തിച്ചിരുന്നു. ഐസ്ലൻഡിന്റെ കൊതുകുരഹിത പദവിക്ക് കാരണം മഞ്ഞുരുകൽ ചക്രമാണെന്ന് ഗവേഷകർ പറയുന്നു. കൊതുകുകളുടെ പ്രജനനത്തെ തടസ്സപ്പെടുത്തുന്ന കാലാവസ്ഥ പ്രതിഭാസമായതിനാൽ അതിജീവിക്കാനായില്ല. ഐസ്ലൻഡ് വേഗത്തിൽ ചൂടാകുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു. വടക്കൻ അർദ്ധഗോളത്തിലെ ശരാശരിയേക്കാൾ 4 ഇരട്ടി വേഗത്തിലാണ് ഐസ്ലൻഡിന്റെ താപനില ഉയരുന്നത്. ഈ വസന്തകാലത്ത് രാജ്യത്ത് റെക്കോർഡ് ചൂട് അനുഭവപ്പെട്ടു. എഗിൽസ്റ്റാഡിർ വിമാനത്താവളത്തിൽ താപനില 26.6 ഡിഗ്രി സെൽഷ്യസിലെത്തി. മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയാണിത്. ഐസ്ലൻഡിക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതനുസരിച്ച് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ തുടർച്ചയായി 10 ദിവസം 20 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെട്ടു. ഏത് രക്തഗ്രൂപ്പിലുള്ള രോഗികൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വിജയകരമായി വൃക്കയിൽ പരിവർത്തനം വരുത്തി കാനഡയിലെയും ചൈനയിലെയും ശാസ്ത്രജ്ഞർ. ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട ഗവേഷണത്തിന് ശേഷമാണ് വൃക്ക മാറ്റിവെക്കൽ രംഗത്ത് ഒരു വലിയ മാറ്റമുണ്ടാകുന്ന ശാസ്ത്രീയ മുന്നേറ്റം. രക്തഗ്രൂപ്പുള്ള ഒരു ദാതാവിൽ നിന്നുള്ള വൃക്ക യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയും അവിവോ ബയോമെഡിക്കൽ എന്ന സ്ഥാപനവും വികസിപ്പിച്ച പ്രത്യേക എൻസൈമുകൾ ഉപയോഗിച്ച് സാർവത്രിക രക്തഗ്രൂപ്പായ ഓയിലേക്ക് മാറ്റുകയാണ് അവർ ആദ്യം ചെയ്തത്. രൂപാന്തരപ്പെടുത്തിയ ഈ വൃക്ക മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു രോഗിയുടെ ശരീരത്തിൽ കുടുംബത്തിന്റെ സമ്മതത്തോടെ വെച്ചുപിടിപ്പിച്ചു. ശരീരം വൃക്കയെ നിരസിച്ചില്ല. ദിവസങ്ങളോളം വൃക്ക നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അവയവ മാറ്റത്തിനായുള്ള നീണ്ട കാത്തിരിപ്പ് കുറയ്ക്കാനും നിരവധി ജീവനുകൾ രക്ഷിക്കാനും വഴി തെളിക്കുന്നതാണ് ഈ മുന്നേറ്റം. ഈ മുന്നേറ്റത്തോടെ വൃക്കകൾ സ്വീകർത്താക്കളുടെ രക്തഗ്രൂപ്പുമായി കൃത്യമായി യോജിക്കേണ്ട ആവശ്യമില്ല. ഇത് അവയവ മാറ്റത്തിനുള്ള സാധ്യതകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും വിജയനിരക്ക് കൂട്ടുകയും ചെയ്യും. പുതിയ എൻസൈം ചികിത്സ അവയവത്തെ തന്നെ മാറ്റുന്നതാണ്. ഇത് വേഗത്തിലുള്ള അവയവ മാറ്റങ്ങൾ, കുറഞ്ഞ സങ്കീർണതകൾ, മരണമടഞ്ഞ ദാതാക്കളിൽ നിന്ന് രക്തഗ്രൂപ്പ് പരിഗണിക്കാതെയുള്ള അവയവങ്ങളുടെ ലഭ്യത എന്നിവ സാധ്യമാക്കുന്നു. ഇത്തരത്തിൽ രൂപാന്തരപ്പെടുത്തിയ ഒരു വൃക്കയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു രോഗിയിൽ വിജയകരമായി മാറ്റിവെച്ചത്. ശരീരം നിരസിക്കാതെ ദിവസങ്ങളോളം അത് നന്നായി പ്രവർത്തിച്ചു. ഇതിന് റെഗുലേറ്ററി അംഗീകാരങ്ങൾ നേടുന്നതും ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടത്തുന്നതുമാണ് അടുത്ത ഘട്ടങ്ങൾ. ഈ സാങ്കേതിക വിദ്യ രക്തഗ്രൂപ്പ് എന്ന തടസ്സം ഭേദിച്ച് അവയവ മാറ്റരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാനും കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും നിരവധി ജീവനുകൾ രക്ഷിക്കാനും സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു.